സന്ദർശകർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങൾ ലോകമെമ്പാടുമുണ്ട്. വ്യക്തികൾക്ക് ആശ്വാസം കണ്ടെത്താനും അവരുടെ ഉള്ളുമായി ബന്ധപ്പെടാനും കഴിയുന്ന വിശുദ്ധയിടങ്ങളായി ക്ഷേത്രങ്ങൾ കണക്കാക്കപ്പെടുന്നു. ശാന്തമായ അന്തരീക്ഷം, വാസ്തുവിദ്യാ സൗന്ദര്യം, ആത്മീയാചാരങ്ങൾ എന്നിവ ഈ ക്ഷേത്രങ്ങൾ പ്രദാനം ചെയ്യുന്ന ശാന്തിയുടെ ബോധത്തിന് കാരണമാകുന്നു. അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് പലസ്നാഥ് മന്ദിർ എന്ന അത്യപൂർവ ക്ഷേത്രം. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഇന്ദാപൂർ താലൂക്കിലെ പലസ്ദിയോ ഗ്രാമത്തിനടുത്തായി ഭീമ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പലസ്നാഥ് മന്ദിർ ഭഗവാൻ ശിവനും ഭഗവാൻ വിഷ്ണുവിനുമായി സമർപ്പിച്ചിരിക്കുന്നു. 9ാം നൂറ്റാണ്ടിനും 11ാം നൂറ്റാണ്ടിനുമിടയിൽ ചാലൂക്യ രാജാക്കന്മാർ ഹേമത്പന്തി ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് 17-18 നൂറ്റാണ്ടുകളിൽ ഫാൽട്ടണിലെ രാജേ നിബാൽക്കർ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പലസ്നാഥ് ക്ഷേത്രം പുരാതന ഇന്ത്യയുടെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെയും ആത്മീയ പ്രാധാന്യത്തിന്റെയും സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു. 11ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതായി കരുതപ്പെടുന്ന പലസ്നാഥ് ക്ഷേത്രം ചാലൂക്യ വാസ്തുവിദ്യാ വൈഭവത്തിന്റെ പ്രതീകമായി നിലകൊണ്ടുപോരുന്നു. ഈ ക്ഷേത്രത്തിലെ വിശദമായ ശില്പങ്ങളും കൊത്തുപണികളും പുരാതന കാലം മുതലുള്ള കഥകൾ വിവരിക്കുന്നു എന്നതുകൂടാതെ നിരവധി വർഷങ്ങളിലുള്ള ഈ ക്ഷേത്രത്തിന്റെ സഹിഷ്ണുത അതിന്റെ നിർമ്മാതാക്കൾ എത്ര വിദഗ്ധരായിരുന്നുവെന്ന് കാണിക്കുന്നു. വെള്ളത്തിനടിയിലായ പലസ്നാഥ് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ അതിന്റെ അതിജീവനത്തിന്റെയും വെള്ളത്തിൽ നിന്നും ആനുകാലികമായി ഉയർന്നു വരുന്നതിന്റെയും കഥകളാൽ അതിന്റെ നിഗൂഢമായ ചാരുത വർദ്ധിപ്പിക്കുന്നു. ശാശ്വതമായ വിശ്വാസത്തിന്റെ പ്രതീകമായി അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവതകളിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രതിരോധശേഷിക്ക് കാരണമെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. രാമായണത്തിൽ നിന്നുള്ള കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ 1000 വർഷങ്ങൾക്ക് മുൻപുള്ള വീരകഥകൾ ചിത്രീകരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ഐതിഹ്യങ്ങൾ ചരിത്രകാരന്മാരെയും ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നത് തുടരുകയും ക്ഷേത്രത്തിന്റെ നിഗൂഢമായ സാന്നിധ്യവും സമ്പന്നമായ ആത്മീയ പൈതൃകവും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പലസ്ദിയോ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ വിധി 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉജ്ജനി അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ മാറിമറിഞ്ഞു. അണക്കെട്ടിന്റെ റിസർവോയർ നിറഞ്ഞപ്പോൾ ക്ഷേത്രം വെള്ളത്താൽ മുങ്ങപ്പെടുകയും വേനൽക്കാലമാകുമ്പോൾ വർഷം തോറും സ്വയം വെളിപ്പെടുകയും ചെയ്തു പോരുന്നു. പലസ്നാഥ് ക്ഷേത്ര സമുച്ചയത്തിൽ 5 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. അവയിൽ ഓരോന്നും ദേവതകളുടെ അതിമനോഹരമായ കൊത്തുപണികൾ, പുഷ്പരൂപങ്ങൾ, രാമായണത്തിലെ രംഗങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശിവന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിൽ ഗംഭീരമായൊരു ശിവലിംഗം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ അത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം ഗ്രാമത്തിലെ ഒരു പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അതിശയകരമായ കൊത്തുപണികളുണ്ട് എന്നതുകൂടാതെ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായ കൽത്തൂണുകളുടെ സഹായത്തോടെയാണ് ഇവിടെയുള്ള ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ജലനിരപ്പ് കുറയുന്നതോടെ ക്ഷേത്രത്തിലേക്ക് വീണ്ടും പ്രവേശനം ലഭിക്കുന്നു. വെള്ളത്തിനടിയിലായ ക്ഷേത്രത്തിന്റെ ആവിർഭാവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭക്തരും വിനോദസഞ്ചാരികളും ഒഴുകുന്നതിനാൽ ഇത് ചരിത്ര സ്നേഹികൾക്കും ആത്മീയ അന്വേഷികൾക്കും ഒരുതരം തീർത്ഥാടനമായി മാറിയിരിക്കുന്നു.